ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് ഇച്ചിരി കപ്പയും മീൻതലയും കറി വെച്ച് എടുത്താലോ. ലുലുവിൽ പോയപ്പോൾ നല്ല കുറച്ച് കപ്പ കണ്ടപ്പോൾ വാങ്ങിച്ച് അരിഞ്ഞ് ഫ്രീസറിനകത്ത് വെച്ചതാ. കപ്പ ഇരുന്ന് തിളക്കിട്ട് ആ സമയം കൊണ്ട് നമുക്ക് മീൻതല റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 2 വട്ടം കപ്പ ഊറ്റാറുണ്ട്. അതിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ അങ്ങ് പോകുമല്ലോ അങ്ങനെ. അപ്പോൾ ഒന്ന് ഊറ്റി വേറെ വെള്ളം ഒഴിച്ച് വീണ്ടും അടുപ്പത്ത് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉലുവാപ്പൊടി, ഞാൻ തന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, പിന്നെ സ്വല്പം കായപ്പൊടി, മുളക് പൊടി. ഇതെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ആവശ്യത്തിന് പുളിയും ആ പുളിവെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ. ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. ഈ തിള വന്നതിന് ശേഷം നമുക്കൊരു ചട്ടി വെച്ചിട്ട്, ഞാൻ ചട്ടിക്കകത്ത് കടുക് വറുക്കാത്തതിൻ്റെ ചട്ടിക്കകത്ത് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കടുക് വറുക്കുമ്പോൾ ചട്ടിയുടെ അടി പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇതിനകത്ത് കടുക് വറുത്തിട്ട് ചട്ടിക്കകത്തോട്ട് വെക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ ഒത്തിരി ചൂട് തട്ടും, സ്റ്റൗവേ വെക്കുന്നുണ്ട്. ഒത്തിരി ചൂട് തട്ടുമ്പം ചട്ടിയുടെ അടി ഇങ്ങനെ വിണ്ട് കയറുന്നുണ്ട്. മീൻചാറ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങൾ പറക്കിയിടാം. മീനും ഒരടുപ്പത്ത് കപ്പയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മീൻകറി അടച്ചു വെക്കാം. മീൻകറി ഇരുന്ന് തിളക്കിട്ട് ഇനി കപ്പ വേകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയ്ക്ക് അരപ്പാക്കാം. ആവശ്യത്തിന് വെളുത്തുള്ളിയും പച്ചമുളകും അതൊന്ന് ക്രഷ് ചെയ്തിട്ട് തേങ്ങ ഇടാം. ഇവിടെ ജീരകം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജീരകം അരയ്ക്കുന്നില്ല. ആവശ്യത്തിന് തേങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഊറ്റാം, രണ്ടാമത് ഊറ്റാം. വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയുടെ ചതച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നു.